അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. കണ്ണേറിനെ പറ്റിയാണ് എന്ന് പറയുന്നത്. കണ്ണേറ് എന്നാൽ ഒരു സാധാരണ വിഷയമല്ല. ചില ആളുകളുടെ വിചാരം കണ്ണേറ് ഏറ്റു എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നാണ്. എന്നാൽ ചില കണ്ണേറുകൾ സിഹിറിനോട് കിടപിടിക്കും, ചിലത് സിഹിറിനേക്കാൾ അത് നമുക്ക് ഏൽക്കുന്നതാണ്. കണ്ണേറും സിഹിറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കണ്ണേറ് ഏറ്റ ഉടനെ നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. സിഹിർ സാവധാനത്തിൽ മാത്രമേ അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഏറ്റത് മുതൽ പെട്ടെന്ന് ലക്ഷണം കാണിക്കുന്നതാണ് കണ്ണേർ. കണ്ണേർ ഏറ്റത് മുതൽ ഉടൻ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ കണ്ണേർ ഏൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ദിക്റുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നാം എല്ലാവരും ഉപയോഗിക്കണം. അതിനു പുറമെ വളരെ എഫക്റ്റീവായ ഒരു ദിക്ർ, ഇത് കണ്ണേറിന് മാത്രമല്ല, നമ്മുടെ ഏത് ആഗ്രഹവും സഫലീകരിക്കാൻ, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കാൻ, ഏതൊരു വിഷമമാണ് നമുക്കുള്ളത് അതിൽ ആ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഈയൊരു ദിക്ർ ചൊല്ലിയാൽ മതി. ഇത് കുറച്ച് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ ഏത് കണ്ണേറും പൊട്ടും. ഏത് ശക്തമായ കണ്ണേറാണെങ്കിലും അത് തകരും, ഇല്ലാതെയാകും. കണ്ണേറിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ കിട്ടുകയും ചെയ്യും. ദിക്ർ നമുക്കെല്ലാവർക്കും അറിയാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒന്നുകിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലാം, അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. പറ്റുമെങ്കിൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് കൂടി ചൊല്ലാം. ആദ്യം ഏതെങ്കിലും 11 സ്വലാത്ത് ചൊല്ലുക. ശേഷം 450 തവണ ഈ ദിക്ർ ചൊല്ലുക. അവസാനം വീണ്ടും 11 സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ കുറച്ച് ദിവസം തുടർന്നാൽ ഏത് കണ്ണേറും തകരും. അതിനുള്ള വഴി അള്ളാഹു തുറന്നു തരും ഇൻഷാ അള്ളാഹ്. ഏത് ആഗ്രഹം നമുക്ക് അള്ളാഹു നടത്തിത്തരും. ഒരുപാട് അനുഭവങ്ങൾ ഈ ദിക്റിന് മുന്നിൽ സാക്ഷിയാണ്. വളരെ ഫലവത്തായ ഒരു ദിക്റാണിത്. ആരും നിസ്സാരമായി കാണേണ്ട ആവശ്യമില്ല. ചൊല്ലി നോക്കിയാൽ അതിൻ്റെ ഫലം അനുഭവിച്ചറിയാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഈ ഒരു ദിക്ർ നിങ്ങൾ കൃത്യമായി ചൊല്ലുക. ഏതൊരാവശ്യമാണോ നിങ്ങൾക്കുള്ളത് അത് അള്ളാഹുവിനോട് തുറന്ന് പറയുകയും ചെയ്യുക. അള്ളാഹു എല്ലാം അത് നടത്തിത്തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സലാമത്താക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.